ആദ്യമൊക്കെ ജനലിലെ വിരി ഇങ്ങനെ ഭയങ്കരമായിട്ട് വിടർന്ന് കിടക്കൂട്ടോ. അപ്പം അതിന് വേണ്ടി ഞാൻ ചെയ്തത് ബുഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടിനും കൂടി ഒരു ബുഷ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് തുണികളുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം തുണികളുണ്ടായിരുന്നു അലക്കിയത്. ഞാനത് കയ്യോടെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ മുറ്റടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെയാണ് മുറ്റടിക്കാറുള്ളത്. ഇപ്പോൾ ചെറുതായിട്ടൊരു മടി കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം കേട്ടോ മുറ്റടിച്ചത്. പിന്നെ ഞാനിതാ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച കേട്ടോ. ഇവിടെ ചെടീൻ്റെ ഇടയിൽ കൂടെ ഒരു അച്ചിങ്ങ തൈ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് മേളിലോട്ട് കെട്ടിക്കൊടുക്കണം കേട്ടോ. അപ്പോൾ അച്ചിങ്ങ 2-3 വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരങ്ങളിലാണ് ചോറ് വെക്കാറുള്ളത്. ഇപ്പോൾ ചോറ് വേഗം വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റൈസ് കുക്കറിൽ നിന്ന് എടുത്തിട്ട്. പിന്നെ ഞാനൊരു മാഗിയാണ് ഉണ്ടാക്കുന്നത് ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറേ ദിവസമായി ചായക്ക് മാഗിയൊക്കെ ഒന്ന് കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് മാഗിയും അതുപോലെ തന്നെ മുട്ട ചിക്കി പൊരിച്ചതും കേട്ടോ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുട്ടയിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കും ഐനൂസിനും കൂടി ഒരു മാഗി മതി കേട്ടോ. അപ്പോൾ ഒരു മാഗി പാക്കറ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോഴത്തേക്കും എല്ലാം സെറ്റായതിനു ശേഷം ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ. മാഗിയിലോട്ട് ആ ചിക്കിയ മുട്ട ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഐനൂസിനുള്ള മാഗി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അവൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും മാഗി നല്ല ചൂടോടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിത്തിരി വെള്ളത്തോടെ കഴിക്കുന്ന കേട്ടോ മാഗി ഇഷ്ടം. നല്ല ടേസ്റ്റാണ് വെള്ളത്തോടെ കഴിക്കുമ്പോൾ. പിന്നെ ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ജനലൊന്ന് അടക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഈ ടൈമൊക്കെ ആകുമ്പോൾ ഭയങ്കര കൊതുകാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടൈം ആകുമ്പോഴത്തേക്കും ജനലൊക്കെ ഒന്ന് അടക്കും. പിന്നെ ഫ്രണ്ടിലെ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല. വെട്ടം പോകാത്തതുകൊണ്ട് തന്നെ വിരി ഒന്ന് മാത്രം നീക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കൊതുക് കയറും എന്നാലും ഭയങ്കര കൊതുകാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ജനലൊക്കെ ഒന്ന് ഈ ടൈം ആകുമ്പോഴത്തേക്കും അടച്ചിരുന്നത്. പിന്നെ ഞാൻ നേരെ മീനൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ മീൻ കറി വെക്കണം. ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ടൊരു മടി കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം കേട്ടോ കറിയൊക്കെ വെക്കുന്നത്. ഉച്ചക്ക് തട്ടിമുട്ടിയൊക്കെ അങ്ങോട്ട് പോയായിരുന്നു. അങ്ങനെ തക്കാളിയും പച്ചമുളകും ചെറിയുള്ളിയും എല്ലാം കൂടി അരിഞ്ഞ് അങ്ങോട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ ചാറ് വെക്കുന്നത്. അങ്ങനെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് കൈ വെച്ച് തന്നെ നല്ലോണം കലക്കി കൊടുത്തിട്ട് പിന്നെ ഒന്ന് ഗ്യാസ് ഓണാക്കുക കേട്ടോ. പിന്നെ വാളംപുളിയാണ് കേട്ടോ. പിയ്യാനൊന്നും നിന്നില്ല. അങ്ങനെ തന്നെയാണ് ഇടുന്നത്. പിന്നെ ബാക്കിയുള്ള മീനിലോട്ട് ഉപ്പും കായമൊക്കെ തേച്ച് അത് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ഫ്രിഡ്ജിലോട്ട് നേരെ വെക്കണം കേട്ടോ. ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കഴിക്കാൻ നേരത്ത് മാത്രം അത് പൊരിച്ചാൽ മതി കേട്ടോ. നല്ല ചൂടോടെ നല്ല ക്രിസ്പിനെസ് കിട്ടും. നല്ല മുരിഞ്ഞിങ്ങനെ തിന്നാനാണ് എനിക്കിഷ്ടം. പിന്നെ അവിടെ കുറച്ച് ഉള്ളി പൊളിച്ച തോലും പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൈയോടെ അങ്ങോട്ട് കഴുകി വെച്ചിട്ട് ആ തിണ്ണപ്പുറം കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല. ചോറായി കറിയായി. ഇനിയിപ്പോൾ മീൻ മാത്രം വറുത്താൽ മതി കേട്ടോ കഴിക്കാൻ നേർത്തിട്ട്. പിന്നെ ഐനൂസ് ഇത്ര നേരമായിട്ട് എണീറ്റിട്ടില്ല. അവൾക്ക് ചായ കൊടുക്കണം. പിന്നെ കഴുകിയ പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്കൊക്കെ കഴുകിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വേഗം അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ ഞാൻ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മീൻ ഇട്ടിട്ട് ഞാനൊന്ന് മേലെ കഴുകാൻ വേണ്ടി പോവാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് സിമ്മിൽ വെച്ച്